ശബരിമല തന്ത്രി കണ്ഠര് രാജീവർക്ക് ജാമ്യം ലഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം കൊടുത്തത്. സാധാരണഗതിയിൽ 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞാണ് ജാമ്യത്തിന് എലിജിബിളാകുന്നത്. പക്ഷേ 41-ാം ദിവസം കണ്ഠര് രാജീവർക്ക് ജാമ്യം കോടതി കൊടുത്തു. 9/1/2026 തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ദ്വാരപാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും തന്ത്രിയെ പ്രതിയാക്കുകയും ചെയ്തു. എന്നെപ്പോലെ ഉള്ള ആൾക്കാർ അന്നേ പറഞ്ഞു, തന്ത്രിയുടെ അറസ്റ്റ് അത് തെറ്റായിപ്പോയി, SIT കാണിച്ചത്, AST ആയിട്ട് അറസ്റ്റ് ചെയ്തു, അത് ശരിയായ നടപടിയായില്ല എന്നാണ് പറഞ്ഞത്. കാരണം സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ആലോചിച്ചാൽ കണ്ഠര് രാജീവർക്ക് തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച് കൊണ്ട് പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇഷ്ടം പോലെ പണം അദ്ദേഹത്തിന് വരുന്ന മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് തെറ്റിപ്പോയി. SITക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. വേണമെങ്കിൽ തന്നെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇയാളൊരു പബ്ലിക് സെർവൻ്റ് അല്ല. സർക്കാരിൻ്റെ ട്രഷറിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് പബ്ലിക് സെർവൻ്റായിട്ട് വരുന്നത്. അത് രാഷ്ട്രീയക്കാരായാലും ആരായാലും ശരി, ട്രഷറിയിൽ നിന്ന് സർക്കാർ പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പബ്ലിക് സെർവൻ്റെ പരിധിയിൽ വരും. ചിലർ ഹോണറോറിയം അപ്പോയിൻമെൻ്റ് ആയിരിക്കാം, അതും സർക്കാർ ട്രഷറിയിൽ നിന്നാണ് പണം പോകുന്നത്. അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വേതനം പറ്റുന്നെങ്കിൽ പബ്ലിക് സെർവൻ്റ് ഗണത്തിൽ വരും. ശബരിമല എന്ന് പറയുന്നത് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, മെമ്പർമാരെയൊക്കെ സർക്കാരാണ് പോസ്റ്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൽ ഫണ്ടില്ലെങ്കിലും സർക്കാർ പോസ്റ്റിംഗ് ആയതുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുത്തേ പറ്റൂ. അങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ദേവസ്വം ബോർഡിൽ നിന്ന് പണം കൊടുക്കുന്നതിൽ സർക്കാരിന് അത് തടയാൻ കഴിയില്ല. സർക്കാരിന് അത്രയും സാമ്പത്തികമായ ലാഭം ഉണ്ടാവും. പക്ഷേ ട്രഷറി പൈസയ്ക്ക് പകരമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്ത്രി ഒരു തരത്തിലും ഒരു കാലത്തും ഒരു പബ്ലിക് സെർവൻ്റെ പരിധിയിൽ വരുന്ന ആളല്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് തുടർച്ചയായി പറഞ്ഞത്, ആ അറസ്റ്റ് തെറ്റായിപ്പോയി, ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും കോടതി ആ ലൈനിൽ തന്നെ ചിന്തിക്കുന്നു, ഇയാളൊരു പബ്ലിക് സെർവൻ്റ് അല്ല. അതുകൊണ്ട് 41-ാം ദിവസം തന്നെ ജാമ്യം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ, പ്രൈവറ്റ് ബാങ്കിലെ ഭാര്യയുടെ അക്കൗണ്ടിൽ 62 ലക്ഷം രൂപ, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 2,05,00,000 രൂപയും ഉണ്ട്. അതുകൊണ്ട് എന്താണ് കുറ്റം? അതിന് ആ ഇൻകം ടാക്സ് കൊടുത്താൽ മതിയല്ലോ. ഇൻകം ടാക്സ് വെട്ടിച്ചാൽ തന്നെയും അതിനൊരു പെനാൽറ്റി അടിച്ചിട്ട് ആ പ്രശ്നം തീരേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ പ്രതിയാക്കിയത് ഒരിക്കലും ശരിയല്ല. SIT ഇതിനകത്ത് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഇനി ഒഴിവാക്കണം. കാരണം നേരത്തെ പല പത്രവാർത്തകളും വന്നു, ഇദ്ദേഹത്തിനെ അവർ അപ്രൂവറാക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ തീരുമാനത്തിലോട്ട് പൊയ്ക്കോട്ടെ. പക്ഷേ ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ആ കേസ് അന്വേഷണത്തിൻ്റെ മികവിനെ പറ്റി സംശയം തോന്നും. രാഷ്ട്രീയപരമായ സ്വാധീനം, സമ്മർദ്ദം ഇവർക്കുണ്ടായി എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. എന്തിനാണ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തന്ത്രി എന്ത് കുറ്റം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മറ്റുള്ളവർ തീരുമാനമെടുത്ത് തന്ത്രിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് തന്ത്രിയുടെ അനുമതി അല്ല സാധാരണ ലഭിക്കുന്നത്. അത് ദേവൻ്റെ അനുമതിയാണ്. ഭഗവാന്റെ ഇഷ്ടം എന്താണ് എന്ന് തന്ത്രി നോക്കി പറയുന്നത് ഒരു സങ്കല്പമാണ്. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതാണ് അവിടെ പിന്തുടർന്ന് വരുന്നത്. ദേവൻ്റെ അനുമതി കിട്ടി, അല്ലെങ്കിൽ ദൈവികമായ അനുമതി കിട്ടി. അതുകൊണ്ടാണ് ആ ആൾക്ക് ഈ കേസിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് SIT കണക്കാക്കുന്നത്. അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. SITയുടെ കണ്ടെത്തലുകളെ ശബരിമല ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പടിയിലേക്ക് സ്വർണം അടിച്ചു മാറ്റിയത്, ആ ഒഫൻസിനാണ് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ തന്ത്രിക്ക് വന്ന പണത്തിനെ പറ്റി തീർച്ചയായിട്ടും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയ തന്ത്രിയായിരിക്കും കൊണ്ട് ധാരാളം പേര് ശബരിമല വരുന്നവരും തന്ത്രിയുടെ പ്രീതി കിട്ടാൻ വേണ്ടിയൊക്കെ നടക്കുകയില്ലേ.
അങ്ങനെ ധാരാളം പേര് അവർ കാണിക്കായിട്ട് ഇടുന്നതിന് പകരം തന്ത്രിക്കും ചില ദക്ഷിണയൊക്കെ കൊടുക്കും. അത് ചിലപ്പം കോടിക്കണക്കിന് രൂപ വരും. അത് അദ്ദേഹം പ്രൈവറ്റ് ബാങ്ക് ഇട്ട ഒരു കുറ്റമല്ല. അദ്ദേഹം അതിന് ഇൻകം ടാക്സ് കൊടുക്കണമെന്നെങ്കിൽ അതിന് ഇൻകം ടാക്സ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന് പെനാൽറ്റി അടിച്ചാൽ മതി. അല്ലാതെ തന്ത്രിയുടെ അവിടെ കോടിക്കണക്കിന് രൂപ കൂടിയെന്ന് വിചാരിച്ചാൽ അയാൾ ഈ കേസിലെ പ്രതിയാകില്ല. അതെന്തായാലും SITയുടെ ഭാഗത്ത് ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയി. വിഭിന്നമായ ആരോപണം ഓരോ റിമാൻഡ് ആപ്ലിക്കേഷനിലും തന്ത്രിയുടെ ജാമ്യവാദഗതിയിൽ SIT പറഞ്ഞതായിട്ടാണ് വരുന്നത്. 2024-25 കാലഘട്ടത്തിൽ ആ വർഷത്തെ 7,26,000 രൂപ ശബരിമല തന്ത്രി രാജീവർ കൈപ്പറ്റിയെന്നാണ് SIT പറയുന്നത്. അതിലെന്താണ് കുഴപ്പം? ശബരിമലയിലെ ദേവസ്വം ബോർഡിൽ നിന്നോ അവിടുന്ന് പണം കൈപ്പറ്റിയത് 7,26,000 രൂപ 2024-25 കാലഘട്ടത്തിൽ വാങ്ങിച്ചു. അപ്പം മാസം 60,000 രൂപയെ വരുന്നുള്ളൂ. ഒരു മാസം 60,000 രൂപ അയാൾക്ക് ശമ്പളമുള്ളൂ. അവിടെ ഇരിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ 1-1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവരല്ലേ. ഇയാൾ മാസം 60,000 രൂപയ്ക്കാണ് അവിടെ പണി ചെയ്യുന്നതെന്നേ പറയാനൊക്കുള്ളൂ. അതൊക്കെ ഒരു കുറ്റമായിട്ടോ അതൊക്കെ ഒരു ഒഫൻസായിട്ടോ കണക്കാക്കി തെറ്റ് എന്നേ പറയേണ്ടിയുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പണമൊക്കെ പല വഴിക്കും വന്നിട്ടുണ്ടാവും. പോറ്റി ഈ ശബരിമലയിലെ തട്ടിപ്പ് നടത്തുന്നതിന് മുമ്പും ഇയാൾക്ക് പണം കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കണക്ക് ചിലപ്പം കണ്ടേക്കും. അപ്പം പോറ്റി കൊടുക്കുന്ന പണമെല്ലാം ശബരിമല സ്വർണ്ണവേട്ടയിലുള്ള പണത്തിൻ്റെ ഷെയറാണ് എന്ന് പറയാനും കഴിയില്ല. കാരണം സ്വർണ്ണവേട്ടയൊക്കെ നടന്ന വേറെ ചില കിങ്കരന്മാർ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടല്ലേ അതിനകത്ത് ഈ പാവം പിടിച്ച തന്ത്രിയെ പ്രതിയാക്കാൻ പാടില്ലായിരുന്നു. തന്ത്രിയെപ്പറ്റി വലിയ അഭിപ്രായ വ്യത്യാസം വ്യക്തി ജീവിതത്തിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. ശബരിമലയിലെ അദ്ദേഹത്തിൻ്റെ ദേവൻ്റെ പ്രതിനിധിയായി അദ്ദേഹം നിൽക്കുന്നു, പൂജിക്കുന്നു എന്നൊക്കെ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അദ്ദേഹം ചില ദേവപ്രശ്നങ്ങൾ ഒക്കെ നടത്തി. എന്നാ ദേവപ്രശ്നം? നൈഷ്യോ അനുജ്ഞ. അദ്ദേഹം ചില ദേവപ്രശ്നങ്ങളൊക്കെ നടക്കി ഭഗവാന്റെ അനുജ്ഞ ഈ കാര്യത്തിന് കൊടുത്തു. അതാണ് എൻ്റെ കുറ്റം. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ തന്ത്രിക്ക് കഴിയില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെയാണ് എന്ന് ചിലപ്പോൾ അനുമതി കൊടുത്തെന്നും വരാം. അതിനകത്ത് അങ്ങനെ അനുമതി കൊടുത്താൽ അത് ഇയാൾ തന്ത്രി കേസിലെ പ്രതിയാക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്ത്രി അങ്ങ് വിട്, മറ്റ് കള്ളന്മാരിലേക്ക് അന്വേഷണം മുറുകട്ടെ. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശബരിമല കൊള്ളയ്ക്ക് കൂട്ടുനിന്ന അത് ആരായാലും ശരി, ദേവസ്വം മന്ത്രിയായാലും ശരി, ദേവസ്വം പ്രസിഡൻ്റ് ആയാലും ശരി, ദേവസ്വം അംഗങ്ങളായാലും ശരി, അവിടുത്തെ ദേവസ്വത്തിലെ ശമ്പളം പറ്റുന്നവരായാലും ശരി, അവരെ പ്രതിയാക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തന്നെ കുറ്റം ചെയ്തു എന്ന് കണക്കാക്കി അവരെ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്തിൽ കൊണ്ടുവരണം, അവരെ ശിക്ഷിപ്പിക്കണം. ആ രീതിയിലോട്ട് വേണം കുറ്റച്ചാർജ് ഇനി കൊടുക്കാൻ. പ്രതികൾ പലരും ജാമ്യത്തിൽ പോയതിൽ തെറ്റില്ല, അത് അവരുടെ റൈറ്റാണ്. 60 ദിവസം 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതേപ്പറ്റി SIT വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവിഷൻ ബെഞ്ചും ശബരിമല ബെഞ്ചും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം കാര്യങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുഖതാവിൽ നേരിട്ട് SITയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ച് കേട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഡിവിഷൻ ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് താമസം എടുക്കും. 90 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല. ചിലപ്പോൾ 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല. എങ്കിലും 6 മാസത്തിനകം തീർക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു മാസം കൂടെ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ശബരിമല കേസിനകത്ത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം. അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് ചെയ്യണം. എത്ര കൊമ്പന്മാരായാലും ശരി, അത് രാഷ്ട്രീയമായ സമ്മർദ്ദം എത്ര വന്നാലും ശരി, SIT അതിന് വഴിപ്പെടാതെ മുന്നോട്ട് പോകണം. അതേ സമയത്ത് തന്ത്രിയെപ്പോലെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നത് SITയുടെ ഗ്ലാമർ വർദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.